നിയമവിരുദ്ധമെന്ന് കണ്ട് US സുപ്രീം കോടതി റദ്ദാക്കിയ ഇറക്കുമതി തീരുവകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേരിട്ട് തിരിച്ചു ലഭിക്കില്ല. ഈ പണം തിരിച്ചു കിട്ടുന്നതിന് ഇന്ത്യൻ കയറ്റുമതിക്കാർ അമേരിക്കൻ ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കേണ്ടി വരുമെന്ന് കയറ്റുമതി മേഖലയിലെ അനലിസ്റ്റ് കമ്പനിയായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് വ്യക്തമാക്കി. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേരിട്ട് റീഫണ്ട് ലഭിക്കാൻ നിയമപരമായി വഴികളില്ല. US-ലെ ഇറക്കുമതിക്കാർക്കാണ് ഈ പണത്തിൽ അവകാശം ഉന്നയിക്കാനാവുക. അമേരിക്കൻ ഇറക്കുമതിക്കാരുമായി ഒത്തുതീർപ്പിലെത്തി മാത്രമേ ഈ പണം തിരിച്ചു കിട്ടൂ. ഇതിനായി അമേരിക്കയിൽ ചരക്കെടുക്കുന്നവരുമായി ബന്ധപ്പെടണമെന്നാണ് GTRI സ്ഥാപകൻ അജയ് ശ്രീവാസ്തവ നിർദ്ദേശിക്കുന്നത്. $1200 കോടി മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകളുമായി ബന്ധപ്പെട്ടുള്ളത്. തുക തിരിച്ചു കിട്ടാൻ ഷിപ്പിംഗ് വിവരങ്ങളും തീരുവ വിവരങ്ങളും പണം നൽകിയതിനുള്ള തെളിവ് സഹിതം US-ലെ ഇറക്കുമതിക്കാർ വിശദമായ ക്ലെയിം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ സജ്ജമാക്കിയ പുതിയ ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ 53% തുണി, വസ്ത്രം എന്നിവയാണ്. ഇവ ഉയർന്ന തീരുവയ്ക്ക് കീഴിൽ വന്നിരുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട മൊത്തം ഫണ്ടിൽ ഏകദേശം $400 കോടി തുണി, വസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് കണക്ക്. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ റീഫണ്ടും $400 കോടി വരുമെന്നാണ് കണക്ക്. രാസവസ്തുക്കൾ $200 കോടി ഉണ്ട്. മറ്റു മേഖലകളെല്ലാം ചേർന്നാകും ബാക്കി തുകയെന്നും അജയ് ശ്രീവാസ്തവ സൂചിപ്പിച്ചു. 3.3 ലക്ഷം ഇറക്കുമതിക്കാരിൽ നിന്നായി 5.3 കോടിയിലധികം ചരക്കുകൾക്ക് ശേഖരിച്ച $16,600 കോടി ഭരണകൂടം തിരിച്ചു നൽകേണ്ടി വരിക. ഇതുവരെ 56,000 ഇറക്കുമതിക്കാർ തുക ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2025 ഏപ്രിലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഫെബ്രുവരി 20 സുപ്രീം കോടതി വിധിച്ചിരുന്നു. നികുതി നിശ്ചയിക്കാനുള്ള കോൺഗ്രസിന്റെ അധികാരത്തിൽ പ്രസിഡന്റ് അനാവശ്യമായി കടന്നുകയറിയതായി കോടതി നിരീക്ഷിച്ചു. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഈ തീരുവകൾ അടിച്ചേൽപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് പണം മടക്കി നൽകാൻ വഴി തുറന്നത്. ഇതിനകം തന്നെ 56,497 ഇറക്കുമതിക്കാർ പണം സ്വീകരിക്കുന്നതായി ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കായി മാത്രം പലിശ ഉൾപ്പെടെ ഏകദേശം $12,700 കോടി ആദ്യഘട്ടത്തിൽ തന്നെ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ കൺസോളിഡേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രോസസിംഗ് സംവിധാനത്തിലൂടെയാണ് അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത്. വ്യാപാരികൾക്കും അവരുടെ കസ്റ്റംസ് ബ്രോക്കർമാർക്കും CBPയുടെ ഔദ്യോഗിക പോർട്ടലിൽ അക്കൗണ്ട് സൃഷ്ടിച്ച് ബാങ്ക് വിവരങ്ങൾ നൽകി പണം കൈപ്പറ്റാവുന്നതാണ്. പുതിയ തീരുവകൾക്കാണ് മുൻഗണന നൽകുന്നത്. അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ 60 മുതൽ 90 ദിവസത്തിനുള്ളിൽ പണം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിലും നടപടിക്രമങ്ങളിലെ സങ്കീർണത കാരണം ഇതിൽ മാറ്റം വന്നേക്കാം. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആയിരക്കണക്കിന് എൻട്രികൾ ഒരു ഫയലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതിൽ ഒരെണ്ണത്തിന്റെ തെറ്റായ വിവരം നൽകിയാൽ പോലും മുഴുവൻ അപേക്ഷയും നിരസിക്കപ്പെട്ടേക്കാം. ഡോക്യുമെന്റ് നമ്പറുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിലും ഡാറ്റ ഫോർമാറ്റിലും ശ്രദ്ധ വേണമെന്ന് ഐസ് മില്ലറിലെ പാർട്ട്ണർ മേഗർ സുപ്പീനോ ഓർമ്മിപ്പിച്ചു. CBP വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ തടസ്സങ്ങൾ ഒഴിവാക്കാമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ ഓൺലൈൻ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പണം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വ്യാപാരികൾ ഒരു ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് കൺസൾട്ടിംഗ് സ്ഥാപനമായ അർമാനിനോയിലെ നിഗി ഹുയിൻ അഭിപ്രായപ്പെട്ടു. മിനിസോട്ടയിലെ ആഫ്റ്റർ ആക്ഷൻ സിഗാർസ് എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം മാത്രം $34,000 തീരുവയായി അടച്ചത്. തങ്ങൾ ഈ അധികഭാരം ഉപഭോക്താക്കൾക്ക് കൈമാറാതെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് ഉടമ ബ്രാഡ് ജാക്സൺ പറഞ്ഞു. പണം തിരികെ ലഭിക്കുന്നത് ബിസിനസ്സിലെ സാമ്പത്തിക ഒഴുക്ക് മെച്ചപ്പെടുത്തുമെങ്കിലും ഈ പ്രക്രിയ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോകുന്നത് തങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഈ നികുതി തിരിച്ചടവ് സാധാരണ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഭൂരിഭാഗം കമ്പനികളും ഉയർന്ന നികുതി കാരണം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയിരുന്നെങ്കിലും ലഭിക്കുന്ന റീഫണ്ട് ഉപഭോക്താക്കൾക്ക് നൽകണമെന്ന നിയമമില്ല. എന്നാൽ ഇതിനെതിരെ കോസ്റ്റ്കോ പോലുള്ള വലിയ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടക്കുന്നുണ്ട്. അതേസമയം ഫെഡെക്സ് പോലുള്ള ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ കസ്റ്റംസിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് അത് ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ഈ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാകാൻ 2 മുതൽ 5 വർഷം വരെ എടുത്തേക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.